നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി പോലീസ് കോടതിയിൽ. പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കാരണത്താലാണ് പോലീസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നാണ് പോലീസിന്റെ ആരോപണം. ഇതിലാണ് പോലീസ് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പരാതിക്കാരിയെ രാഹുൽ വാട്സപ്പ് കോൾ ചെയ്തുവെന്നാണ് പരാതി. ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് കാണിച്ച് അതിജീവിത നൽകിയ പരാതിയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് അതിജീവിത പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ കോടതിയുടെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിയമ നടപടികളിൽ നിർണായകമാകും. അതിജീവിതയെ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്ന് ജാമ്യവ്യവസ്ഥയുണ്ടായിരുന്നു. രാഹുൽ ഇത് ലംഘിച്ചെന്നും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുമായിരുന്നു പോലീസ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറഞ്ഞത്. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ മാസം തന്നെ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാം ബലാത്സംഗ കേസിൽ ഡിസംബർ 10-ാം തീയതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയായിരുന്നു രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഒന്നിലേറെ തവണ ലൈംഗികമായി പീഡിപ്പിച്ചതായും വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്നും യുവതി രഹസ്യമൊഴി നൽകി. നെടുമങ്ങാട് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായാണ് മൊഴി നൽകിയത്. പ്രതിയുടെ സ്വാധീനം ഭയന്ന് പോലീസിൽ പരാതി നൽകാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അതിനാലാണ് മൊഴി നൽകാൻ വൈകിയതെന്നും എന്നാൽ രണ്ടാം പരാതി കള്ളപ്പരാതിയാണെന്നും മാധ്യമങ്ങളിൽ രാഹുൽ പറഞ്ഞപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കായിരുന്നുവെന്നുമാണ് അതിജീവിത മൊഴിയിൽ പറയുന്നത്. KPCC അധ്യക്ഷന് മെയിൽ വഴി അയച്ച പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. ക്രൂരമായി പീഡിപ്പിക്കട്ട് ഗർഭിണിയാക്കിയ ശേഷം അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. തന്റെ ടെലിഗ്രാം നമ്പർ സംഘടിപ്പിച്ച ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി അടുപ്പം സ്ഥാപിച്ചതെന്നും അതിജീവിത പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി. അവധിക്ക് നാട്ടിലെത്തിയ തന്നെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനന്റെ കാറിൽ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചു. അവിടെ വെച്ച് തന്റെ എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചെന്നും 23-കാരി മൊഴി നൽകിയിരുന്നു. സംസാരിക്കാനെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തന്നെ ഹോം സ്റ്റേയിൽ എത്തിച്ചത്. ശരീരമാകെ മുറിവേൽപ്പിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നും ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുവെന്നും യുവതി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. അതിക്രമത്തിന് ശേഷം തന്നെ വിവാഹം കഴിക്കാനാവില്ലെന്ന് രാഹുൽ പറഞ്ഞു. ഇതോടെ മാനസികമായും ശാരീരികമായും തകർന്നുവെന്നും അതിജീവിത പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. കടുത്ത ശാരീരിക മാനസിക പീഡനമാണ് താൻ നേരിട്ടത്. ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ ശ്രദ്ധ നൽകാൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം അനുവദിക്കുന്നില്ലെന്നാണ് രാഹുൽ കാരണമായി പറഞ്ഞത്. തുടർന്ന് തന്നെ കാറിൽ വീടിന് സമീപം ഇറക്കി വിടുകയായിരുന്നു. കാണണമെന്നറിയിച്ച് ഏതാനും നാളുകൾക്ക് ശേഷം രാഹുൽ വീണ്ടും വിളിച്ചു. പിന്നീട് പതിവായി സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. വിവാഹക്കാര്യം പറഞ്ഞ് രാഹുൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നുമായിരുന്നു യുവതി മൊഴി നൽകിയത്. ലൈംഗിക പീഡനം ചൂണ്ടിക്കാട്ടി KPCC നേതൃത്വത്തിന് യുവതി അയച്ച ഇമെയിൽ പോലീസിന് കൈമാറിയതോടെയാണ് രാഹുലിനെതിരെ കേസെടുക്കുന്നത്. തുടർന്ന് പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം പെൺകുട്ടിയെ ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. എന്നാൽ പേര് പോലുമില്ലാതെ ലഭിച്ച ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ജാമ്യ ഹർജി നൽകിയത്. പരാതി അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നായിരുന്നു രാഹുലിന്റെ വാദം. 2 വർഷം താമസിച്ചാണ് പരാതി നൽകിയത്. പരാതി സത്യമെങ്കിൽ പോലീസിനെ സമീപിക്കാൻ ഏറെ സമയമുണ്ടായിരുന്നുവെന്നും ജാമ്യ ഹർജിയിൽ രാഹുൽ വാദിച്ചിരുന്നു.